ഹായ് കുട്ടീസ്, ആൻറ്റി പുതിയ കഥയായിട്ടെത്തി. ഇന്ന് ആൻറ്റി പറഞ്ഞു തരാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളുടെ കഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നസ്രുദ്ദീൻ ഹോജ, നസ്രുദ്ദീൻ മുല്ല, മുല്ല നസ്രുദ്ദീൻ, അങ്ങനെ പല പേരിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. മുല്ല കഥകളും അതുപോലെ നസ്രുദ്ദീൻ കഥകൾ, നസ്രുദ്ദീൻ ഹോജ കഥകൾ, അങ്ങനെ ഒത്തിരി തമാശ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആരായിരുന്നു ഈ നസ്രുദ്ദീൻ മുല്ല എന്നറിയോ? പണ്ടത്തെ ടർക്കിയിൽ, അതായത് സിർഹിസാർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ച ആളായിരുന്നു മുല്ല. മുല്ല നമ്മൾ കരുതുന്ന പോലെയൊന്നുമല്ല, ഭയങ്കര പണ്ഡിതനായിട്ടുള്ള ആളായിരുന്നു മുല്ല. വലിയ ഒരു തത്വജ്ഞാനിയും അതുപോലെ തന്നെ സ്കോളർ, പണ്ഡിതനുമൊക്കെ ആയിരുന്നു മുല്ല. പക്ഷെ മുല്ല ഒത്തിരി പ്രശസ്തനായത് അദ്ദേഹത്തിൻ്റെ തമാശ കഥകളിലൂടെയും അതുപോലെ ചെറിയ ചെറിയ പാഠങ്ങൾ നല്ല തമാശകളിലൂടെ പഠിപ്പിക്കുന്നതിലുമൊക്കെയാണ്. അദ്ദേഹത്തിനെ ഹോജ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെ വിളിച്ചിരുന്നത്. ഹോജ എന്ന് പറഞ്ഞാൽ ടീച്ചർ അല്ലെങ്കിൽ സ്കോളർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നസ്രുദ്ദീൻ മുല്ലയെ നസ്രുദ്ദീൻ ഹോജ എന്ന് വിളിച്ചിരുന്നത്. ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ നാട്ടിൽ, നസ്രുദ്ദീൻ മുല്ലയുടെ നാട്ടിൽ ഇപ്പോഴും ജൂലൈ 5 മുതൽ 10 വരെ എല്ലാ വർഷവും അവർ ഇന്റർനാഷണൽ നസ്രുദ്ദീൻ ഹോജ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത്ര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക്. അപ്പോൾ ആ മുല്ലയുടെ കഥയുമായിട്ടാണ് ഇന്ന് ആൻറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഒരിക്കൽ മുല്ലയുടെ നാട്ടിൽ ഒരു ഭിക്ഷക്കാരനുണ്ടായിരുന്നു. അപ്പോൾ ആ ഭിക്ഷക്കാരന് എവിടുന്നോ ഒരു ബ്രെഡ് കിട്ടി. ആ ബ്രെഡുമായിട്ട് അയാൾ ഒരു സത്രമുടമയുടെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, എനിക്ക് ഈ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത്തിരി സൂപ്പോ അല്ലെങ്കിൽ കറിയോ അങ്ങനെ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സത്രമുടമ ഭയങ്കര ദുഷ്ടനായിരുന്നു കേട്ടോ. അയാൾ പറഞ്ഞു, പറ്റില്ല, ഇവിടുന്ന് നീ ഇപ്പം തന്നെ ഇറങ്ങിപ്പോയിക്കോ, നിനക്കൊന്നും തരില്ല എന്ന് പറഞ്ഞു. പണം ഉണ്ടെങ്കിൽ നിനക്ക് തരാം, അല്ലെങ്കിൽ നിനക്കൊന്നും തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിഷമിച്ചിട്ട് ആ ഭിക്ഷക്കാരൻ അവിടെ നിന്ന് നീങ്ങി. അപ്പോൾ ആ ഭിക്ഷക്കാരന് തോന്നി, ഒരു കാര്യം ചെയ്താലോ. അയാൾ വേഗം തന്നെ പുറകുവശത്ത് ചെന്ന് അടുക്കളയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് അടുക്കളയുടെ അവിടുത്തെ ജനലിലൂടെ നോക്കിയപ്പോൾ നല്ല മണവുമൊക്കെ ആയിട്ട് ഉള്ള ആവി ഇങ്ങനെ പറക്കുകയാണ്. നല്ല സൂപ്പ് അവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അയാൾ എന്ത് ചെയ്തു? അയാൾ ആ ബ്രെഡ് ആ സൂപ്പിന്റെ മുകളിൽ കാണിച്ചു. അപ്പം ആ ബ്രെഡിൽ ആ സൂപ്പിൽ നിന്നുള്ള ആവി അടിക്കില്ലേ, അപ്പം ആ മണത്തോടു കൂടി ആ ബ്രെഡ് അങ്ങ് കഴിച്ചു. ഇതാര് കണ്ടു? ആ സത്രമുടമ കണ്ടു. അയാളങ്ങ് വേഗം ഓടി വന്ന് ഈ ഭിക്ഷക്കാരനെ പിടിച്ച് തള്ളി. എന്നിട്ട് പറഞ്ഞു, നീ എന്താ അവിടെ ചെയ്യുന്നത്? എൻ്റെ ഭക്ഷണം നീ മോഷ്ടിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഭിക്ഷക്കാരൻ പറഞ്ഞു, അല്ല, ഞാൻ മോഷ്ടിച്ചതൊന്നുമല്ല, ഞാൻ ആ സൂപ്പിൽ നിന്ന് വരുന്ന മണം, ആ മണം കൂട്ടി ഞാൻ ഈ ബ്രെഡ് ഒന്ന് കഴിച്ചതാണ്, അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ, ഞാൻ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സത്രമുടമ പറഞ്ഞു, ആഹാ, നീ എൻ്റെ സൂപ്പിൻ്റെ മണം നീ കഴിച്ചോ? എന്നാൽ ഉടൻ തന്നെ നീ അതിൻ്റെ പണം എനിക്ക് തരണം എന്ന്. അവർ തമ്മിൽ ഭയങ്കര തർക്കമായി. അവസാനം ഈ സത്രമുടമ ഈ ഭിക്ഷക്കാരനെയും കൊണ്ട് ജഡ്ജിൻ്റെ അടുത്തെത്തി. ആരായിരുന്നു ജഡ്ജ്? നസ്രുദ്ദീൻ മുല്ലയായിരുന്നു ജഡ്ജ്. ജഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പം മുല്ല ചോദിച്ചു, ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ സൂപ്പിൻ്റെ മണത്തിൻ്റെ വില വേണം അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സത്രമുടമ പറഞ്ഞു, അതേ ഹോജ, എനിക്ക് അതിൻ്റെ വില വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹോജ പറഞ്ഞു, ഓക്കെ, അത് ഞാൻ തരാം എന്നും പറഞ്ഞ് തൻ്റെ പോക്കറ്റിൽ നിന്നൊരു പണക്കിഴി എടുത്തിട്ട് ഈ സത്രമുടമയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ സത്രമുടമയ്ക്ക് സന്തോഷമായി, പണം കിട്ടാൻ പോവാണ്. എന്നിട്ട് മുല്ല എന്താ ചെയ്തത്? മുല്ല വേഗം ചെന്നിട്ട് ഈ സത്രമുടമയുടെ ചെവിയുടെ അടുത്ത് ചെന്നിട്ട് ഈ കിഴി അങ്ങ് കുലുക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ നാണയങ്ങളെല്ലാം കൂടി കുലുങ്ങുന്ന ഭയങ്കര ശബ്ദം വന്നു. അപ്പോൾ മുല്ല ചോദിച്ചു, ഈ നാണയങ്ങൾ കിലുങ്ങുന്ന ശബ്ദം നീ കേട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കേട്ടു. അങ്ങനെ ശേഷം ആ പണക്കിഴി തിരിച്ച് മുല്ല പോക്കറ്റിലേക്ക് ഇട്ടു. അപ്പോൾ അയാൾ ചോദിച്ചു, എനിക്ക് പണം തന്നില്ല എന്ന് പറഞ്ഞു. അപ്പം മുല്ല പറഞ്ഞു, നീ പണം കിലുങ്ങുന്ന ശബ്ദം കേട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, കേട്ടു, ശബ്ദം കേട്ടു. അതാണ് നിന്റെ സൂപ്പിന്റെ മണത്തിനുള്ള വില. മണത്തിനുള്ള വില ഞാൻ തന്നത് പണത്തിന്റെ ശബ്ദത്തിലൂടെ, അങ്ങനെ അതിന് വില തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സത്രമുടമയ്ക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ തെറ്റ്. വേഗം തന്നെ ആ ഭിക്ഷക്കാരനോട് മാപ്പും പറഞ്ഞ് അയാൾ തിരിച്ച് പോയി. ഭിക്ഷക്കാരനും സന്തോഷമായി. നമ്മൾ പറ്റിക്കാൻ പാടില്ല അല്ലേ. ഇതാണ് മുല്ല നസ്രുദ്ദീന്റെ ഒരു കഥ. ഇഷ്ടപ്പെട്ടോ? ഇനി ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള മുല്ല കഥകളൊക്കെ ആയിട്ട് ഇനിയും വരാട്ടോ. അപ്പോൾ അടുത്ത ദിവസം കാണുന്നത് വരേക്കും ബൈ ബൈ.